ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണണം, ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത്. ഒരുപാട് ജോലി ഒഴിവുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഹോം നേഴ്സിംഗ് മേഖലയിലാണ് ജോലി വേക്കൻസികൾ വരുന്നത്. അതുപോലെ ഹോസ്റ്റൽ മേഖലയിലും നമുക്ക് വേക്കൻസി ഉണ്ട് കേട്ടോ. ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയും, ഹോസ്റ്റലുകളിലേക്ക് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വേക്കൻസി ഉള്ളത്. മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖല. നിങ്ങൾ നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്, മാസം നല്ലൊരു സാലറി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആർക്കും ഈ ജോലിക്ക് വേണമെങ്കിൽ വരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്ഥലം, എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും. ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ള നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പേര്, സ്ഥലം, എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരും. ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കുള്ളൂ, അല്ലാതെ നമുക്ക് വേക്കൻസി അറിയാൻ സാധിക്കില്ല. നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസി, നമുക്ക് മിനിമം ഒരു 5 to 10 വേക്കൻസി എങ്കിലും ഒരു ദിവസം നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ആ വേക്കൻസിയുടെ കൂടെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് മാത്രം വിളിക്കുക. ഏത് വേക്കൻസി വരുമ്പോഴും അതിൻ്റെ കൂടുതലുള്ള നമ്പറിലേക്ക് വിളിച്ചാലാണ് ആ ജോലി വേക്കൻസി അറിയാൻ സാധിക്കുള്ളൂ. നമുക്ക് എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ നിലവിൽ ഹോം നേഴ്സിംഗിൽ വേക്കൻസി ഉള്ളത്. അപ്പോൾ ഓരോ ജില്ലയിൽ വരുന്ന വേക്കൻസിയുടെ കൂടെ അതായത് ജില്ലയുടെ ഓഫീസിലെ നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്കും ഗ്രൂപ്പിൻ്റെ 5 അഡ്മിനും മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കും വേറെ ഒരാളെ നമ്പർ പോലും കാണാൻ സാധിക്കില്ല, അഡ്മിനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കാണും. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളോ ഡീറ്റെയിൽസോ അറിയാൻ സാധിക്കില്ല. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ. ഇനി ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി, രോഗി പരിചരണം, പ്രസവ ശുശ്രൂഷ, കുട്ടികളെ പരിപാലിക്കൽ, പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ്, ഭക്ഷണം പാചകം ചെയ്യൽ, ക്ലീനിങ്. അതുപോലെ അടുത്ത വേക്കൻസി വരുന്നത് ഹോസ്റ്റൽ മേഖലയിലേക്കാണ്. ഹോസ്റ്റൽ മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യൽ, ക്ലീനിങ്, കുക്കിംഗ്, കിച്ചൺ ഹെൽപ്പർ, വാർഡൻ എന്നീ മേഖലയിൽ നമുക്കിപ്പോൾ നിലവിൽ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏത് ജോലി വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയച്ച് 24/7 നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നു ആ ടൈമിൽ നിങ്ങൾ മെസ്സേജ്, ആ ടൈമിൽ നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലിങ്ക് വരും. അതിൽ കയറി ജോയിൻ ചെയ്താൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:45 വരെ നിങ്ങൾക്ക് വേക്കൻസി വന്നുകൊണ്ടിരിക്കും. ആ വേക്കൻസിയുടെ കൂടെ കാണുന്ന പല ഡിഫറെൻറ്റ് നമ്പറുകളാണ്. അതിലേക്ക് വിളിച്ചാൽ മാത്രമേ നമുക്ക് ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. അതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്